ട്രോളി ബാഗിൽ നിറയെ വോട്ടാണ്, നിറയെ വോട്ട്. 18,724 എന്ന ചരിത്ര വിജയം. പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും വലിയ വിജയം, മിന്നുന്ന വിജയം. പാലക്കാട് തകർത്തു വാരിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് BJP-യുടെ വൻ വീഴ്ചയാണ്. 50,000-ൽ നിന്ന് 39,000-ലേക്ക് കുത്തനെ BJP വീണപ്പോൾ 54,000-ൽ നിന്ന് 3,000-ലധികം വോട്ടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 1000 വോട്ട് LDF-ഉം 3,000 വോട്ട് UDF-ഉം വർദ്ധിപ്പിച്ചപ്പോൾ 11,000 വോട്ട് BJP-ക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളത് BJP-ക്കാണ്. വമ്പൻ തിരിച്ചടിയാണ് BJP-ക്ക്. ഡീലുണ്ട് എന്നുള്ളതായിരുന്നു BJP-യുടെ ഏറ്റവും വലിയ ആരോപണം. അങ്ങനെ ഡീലുണ്ടെങ്കിൽ അത് BJP-ക്കാണോ എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ കൃത്യമായി അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. അതിനിടയ്ക്കൊന്ന് പറഞ്ഞു പോകാതെ വയ്യ. കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്നിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി 364 ആയിരുന്നു, 366, 3,66,350 വോട്ടുകൾ ഭൂരിപക്ഷം ലീഡ് നിലയായി ഉയർത്തിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി. വയനാട്ടിൽ മിന്നുന്ന വിജയം UDF. ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ഫിഗർ ആണോ എന്നറിയില്ല. ഔദ്യോഗികമായ കണക്ക് വരണം. LDF-ന്റെ വോട്ട് യഥാർത്ഥത്തിൽ എത്രയുണ്ട് എന്നറിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ 37,046 ആണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 612 വോട്ടിന്റെ മാത്രം വർധനമാണ്. 1000 വോട്ടുമില്ല, 612 വോട്ടിന്റെ മാത്രം വർധനമാണ്. അതിന് ഒഫീഷ്യൽ കണക്ക് ഇനി വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് ഒഫീഷ്യലി ഇതാണോ ആ ഫിഗർ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഇപ്പോൾ പാലഭിഷേകമൊക്കെ നടന്നു കേട്ടോ. എന്താണ് എന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ കട്ടൗട്ടിലാണോ എന്നറിയില്ല. പാലക്കാട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് 10-18 അടി പൊക്കത്തിൽ പീസറിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കട്ടൗട്ടുകൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് ഭീമാകാരമായി. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആഘോഷമുണ്ടോ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് പോകും. കേരളം കണ്ട ഏറ്റവും വാശിയേറിയ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. അതിന്റെ വിജയം എന്തായാലും വമ്പൻ വിജയമാണ്. ചെറിയ ചില്ലറ വിജയമൊന്നുമല്ല, വമ്പൻ വിജയമാണ്. 18,724 എന്ന് ഒരു രാഷ്ട്രീയ പ്രവാചകനും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത വിജയം. എന്തിന്? VK ശ്രീകണ്ഠന്റെ പ്രവചനത്തെ പോലും കടത്തിവെട്ടുന്ന വിജയം. 18,724 ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. പാലക്കാട് അങ്ങ് എടുത്തു രാഹുൽ. 18,724 വോട്ടുകൾക്ക് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തേരോട്ടം. 18,724 എന്ന് പറയുന്നത് കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയുന്ന ഭൂരിപക്ഷമാണ് എന്നുള്ളതായിരുന്നു. അത് 12,000 എന്ന് രാവിലെ VK ശ്രീകണ്ഠൻ പറയുമ്പോൾ 18,000 കടന്നു ചിരിച്ചു നിൽക്കുന്നു UDF-ന്റെ മുഖങ്ങൾ. KPCC-യിൽ മധുര വിതരണം, പാലഭിഷേകം, അവിടെ വിക്ടോറിയ കോളേജിന് മുന്നിൽ ആഘോഷം, അവിടെ നീല ട്രോളിയുമായുള്ള ആഘോഷം, മുദ്രാവാക്യങ്ങൾ, KPCC പ്രസിഡന്റിന്റെ ആഹ്ലാദ സ്നേഹാലിംഗനം, VK ശ്രീകണ്ഠന്റെ ചേർത്തുപിടിക്കൽ, ഷാളണിയിക്കൽ. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പുത്തൻ താരോദയമായിരിക്കും. അഭിലാഷ് മോഹൻ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഏറെ ദൂരം പോകാനുണ്ട് ഈ ചെറുപ്പക്കാരനെന്ന് എഴുതി വെക്കുന്ന ദിവസം. തീർച്ചയായും രാഹുൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു കണ്ടെത്തലാണ്, ഒരു വാഗ്ദാനമാണ്. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ പറയുക, കന്നി മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിക്കുന്ന ക്രിക്കറ്റ് താരത്തെ പോലെ, ഒരു സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ, സൗരവ് ഗാംഗുലിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമസഭയിലെ ഇന്നിംഗ്സ്, കന്നി ഇന്നിംഗ്സ്, സെഞ്ചുറിയോടുകൂടി വളരെ സ്പെക്ടാക്കുലർ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു പ്രകടനത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം ഇനി അങ്ങോട്ട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്, യുവ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു മുഖമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഷാഫി പറമ്പിൽ എങ്ങനെയാണോ എമർജ് ചെയ്തത് അതേ മാതൃകയിൽ ഇതാ ഒരു പുതിയ നേതാവ് പാലക്കാടിനുണ്ടാവുന്നു. പത്തനംതിട്ടക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാടുകാരനാവുകയാണ്. അദ്ദേഹം അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു വാടകയ്ക്കാണെങ്കിൽ പോലും. അങ്ങനെ ഇതാ പാലക്കാടിനൊരു പുതിയ ശബ്ദം നിയമസഭയിൽ. നിർലോഭമായ നിരന്തരമായ അധ്വാനം ഷാഫി പറമ്പിലിന്റേത്. അതിന് പിന്നിലുണ്ട് VD സതീശന്റെ നിർലോഭമായ അധ്വാനം. അതിന് പിന്നിലുണ്ട് UDF-ന്റെ സകല സംഘടനാ സംവിധാനത്തിന്റെ നിർലോഭമായ അധ്വാനം. അതിന് പിന്നിലുണ്ട് ആകെ മുന്നിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എങ്കിൽ അതിന്റെ പിന്നിൽ അധ്വാനവും ആരോഗ്യവും ഒക്കെ ചിലവഴിച്ചുകൊണ്ടുള്ള ഒരുപാട് നേതാക്കളുടെ പ്രയത്നം കാണാതെ പോകാൻ കഴിയില്ല. കോൺഗ്രസ് പോലെ ഒരു സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും വിമർശനങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറെ 10-35 ദിവസം UDF-ന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവടക്കം ചെലവാക്കിയ അധ്വാനത്തിന്റെ, വിയർപ്പിന്റെ, വെല്ലുവിളിയുടെ ഒക്കെ ഫലം ദാ പാലക്കാടൻ വേലിൽ വിളഞ്ഞ് വിലസുകയാണ്. അതിന്റെ ഫലം കൊയ്തെടുത്ത് നിയമസഭയിൽ പാലക്കാട്ട് നിന്നൊരു പത്തനംതിട്ടക്കാരൻ.